സാറ് സഖാക്കളുടെ കണ്ണിലുണ്ണിയായ പി അൻവർ കോൺഗ്രസിലേക്ക് പോകുകയാണ്. എന്തായാലും വിജയനെ വിമർശിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഒരിടം പോലും കിട്ടാതെ അലയുകയാണ്. DMKയും തൃണമൂൽ കോൺഗ്രസ് SP ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടികളെയും സമീപിച്ചു. പക്ഷെ ആരും അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ തയ്യാറായില്ല. അങ്ങനെ അവസാന ഘട്ടത്തിൽ എന്തായാലും KC വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിന് പിന്തുണയായി K. സുധാകരനും ഈ സപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തിന് പിന്തുണച്ച് രംഗത്ത് വരുന്നുണ്ട്. ഇനി അദ്ദേഹത്തിന് കോൺഗ്രസിലൂടെ വളരാൻ കഴിയുമോ? എന്തായാലും ഈ അൻവറിനെ എടുക്കുന്ന പാർട്ടികളല്ലേ എല്ലാ കാലത്തും തലവേദനയായാണ് അദ്ദേഹം മാറാറുള്ളത്. കാരണം നാം മുൻപ് കണ്ടിട്ടുണ്ട്. PC ജോർജ് ഇതേപോലെയാണ്, ഏത് പാർട്ടിയിൽ പോയാലും അവിടെ തലവേദനയാകുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ അദ്ദേഹം BJPയിൽ മര്യാദക്കാരനെ പോലെ ഒതുങ്ങിക്കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ അൻവർ കോൺഗ്രസിൽ ഒരു മര്യാദക്കാരനായി ഒതുങ്ങുവാൻ കഴിയുമോ? താങ്കൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. അൻവറിന് കോൺഗ്രസിലൂടെ വളരാൻ കഴിയുകയില്ല. അതേസമയം കോൺഗ്രസ്സിന് അൻവറിലൂടെ വളരാൻ കഴിയും. ഇത് ചിലപ്പോൾ ഒരു വിചിത്രമായ ഉത്തരമായിട്ട് തോന്നും, പക്ഷേ എനിക്ക് അതിൻ്റേതായ കാരണങ്ങളുണ്ട്. നോക്കൂ, നമ്മൾ ചേലക്കര തിരഞ്ഞെടുപ്പ് തന്നെ എടുക്കാം. അവിടെ CPMൻ്റെ ഭൂരിപക്ഷം 1/3 കുറഞ്ഞു, അല്ലേ? 1/3 കുറഞ്ഞു. സ്ഥാനാർത്ഥികളുടെ വ്യക്തിത്വമൊക്കെ അത് അവിടെ നിൽക്കട്ടെ, പക്ഷേ പാർട്ടി വോട്ട് ബേസ് അവിടെ 1/3 ചുരുങ്ങി. വലിയൊരു ആഘാതം തന്നെയാണത്. വാസ്തവത്തിൽ അന്ന് അൻവർ ഒരു ഫോർമുല പറഞ്ഞിരുന്നു. അതായത്, പാലക്കാട്ട് നിങ്ങളെ ഞങ്ങൾ പിന്തുണച്ചുകൊള്ളാം, പകരം ചേലക്കരയിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് എൻ്റെ സ്ഥാനാർത്ഥി, അതായത് KP സുധീർ എന്ന് പറയുന്ന എൻ്റെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കൂ എന്നൊരു ഫോർമുല വെച്ചിരുന്നു. ഇന്നത്തെ VD സതീശൻ പ്രതിപക്ഷ നേതാവ് അത് പരമപരിഹാസത്തോടെയും പുച്ഛത്തോടെയും തള്ളിക്കളഞ്ഞു. അത് ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്. ഇദ്ദേഹം ഈ പറയുന്നത് രാഷ്ട്രീയ അവിവേകമാണ്, രാഷ്ട്രീയമായിട്ടുള്ള അവിവേകമാണ്. അദ്ദേഹം അന്ന് പറഞ്ഞ വാക്യം ഇതാണ്: ഇമാതിരി തമാശകളൊന്നും ഞങ്ങളോട് വേണ്ട. അൻവറിൻ്റെ സഹായമില്ലാതെ പ്രിയങ്ക ഗാന്ധി ജയിക്കുമെന്ന് ഞങ്ങളും നോക്കട്ടെ. ഇതിപ്പോൾ വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും പ്രശ്നമല്ല, ഭൂരിപക്ഷം കൂട്ടുന്നതിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ് ഇതിലുള്ളത്. പ്രിയങ്ക ഗാന്ധിയുടെ വോട്ടുകൾ ഗണ്യമായിട്ട് അൻവറിൻ്റെ പിന്തുണയുണ്ടായിരുന്നെങ്കിൽ വയനാട്ടിൽ ഇനിയും കൂടുമായിരുന്നു, ഒരു സംശയവും വേണ്ട. അദ്ദേഹത്തിന് ചില വോട്ട് ബേസുകളുണ്ട്. നിലമ്പൂരിലുണ്ട്, വയനാട്ടിലുണ്ട്, തൃശ്ശൂരിലുണ്ട്, പാലക്കാട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ ഇവിടെ കണ്ടത്, ചേലക്കരയിൽ കണ്ടത്. ചേലക്കരയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി 4000-ലധികം ഒറ്റയ്ക്ക് ഒരു പിന്തുണ. ഇവരെല്ലാം ഈ UDFും LDFും ഒക്കെ എങ്ങനെ, എത്ര കക്ഷികളുടെ പിന്തുണയിലാണിത് നേടുന്നത്? ഇയാൾ ഒറ്റയ്ക്ക് ഒരു വ്യക്തി മാത്രം നേടിയത്. DMK എന്ന് പേരിട്ടുണ്ടെങ്കിലും ഒരു കാര്യമില്ല. DMK എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഭരണകക്ഷിയോട് ഒരു ബന്ധവുമില്ല. അദ്ദേഹം വൈക്കത്ത് വന്നപ്പോൾ ഈ മനുഷ്യനെ ഒന്ന് വിളിച്ച് കാണാൻ പോലും ശ്രമിച്ചില്ല. തമിഴ്നാട്ടിലേക്ക് ഇദ്ദേഹം അവിടെ സെൻറ്റ് ജോർജ് ഫോർട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തെ ഒന്ന് കാണാൻ കൂട്ടാക്കിയില്ല സ്റ്റാലിൻ. പിണറായി വിജയനെ എതിർക്കുന്ന ഒരാളിനെ എനിക്ക് വേണ്ടെന്നാണ് പറഞ്ഞത്. അത് പോട്ടെ, അദ്ദേഹത്തിൻ്റെ ഭഗ്നമോഹങ്ങളായിപ്പോയി എല്ലാം. അദ്ദേഹം കേരളത്തിൽ വലിയൊരു വിജയം കൊയ്യുമെന്നും ഒക്കെ വിചാരിച്ചാൽ ആസ്ഥാനത്തായി. കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രസക്തിയൊന്നും അൻവറിനില്ലെന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചു. ഘോരഘോരമായ പ്രസംഗങ്ങൾ കൊണ്ട് ചില ആളുകൾ ആകർഷിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ യോഗങ്ങൾ കൂടുകയും CPMലെ തന്നെ ചില നേതാക്കൾ, പ്രമുഖ നേതാക്കളും തദ്ദേശ സ്വയംഭരണം നടത്തിയിട്ടുള്ള ആൾക്കാരുമൊക്കെ ഈ പാർട്ടിയിലേക്ക് വരികയും ഒക്കെ ചെയ്തൊരു ഹലാബു ക്രിയേറ്റ് ചെയ്തു. ഒരു എന്ന് പറഞ്ഞ ഒരു ബഹളം, അങ്ങനെ ഒരു ആംബിയൻസ് ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്. പക്ഷേ മറ്റൊരു കാര്യം, നിലമ്പൂർ എല്ലാ കാലത്തും കോൺഗ്രസിന്റെ ഒരു കോട്ടയായിരുന്നു. കോട്ടകുത്തളമായ ആര്യാടൻ മുഹമ്മദ് എല്ലാം അദ്ദേഹത്തിന്റെ എല്ലാം ഒരു ഇടമായിരുന്നു. മുസ്ലിം ലീഗിനെ എല്ലാം വെല്ലുവിളിച്ചായിരുന്നു അദ്ദേഹം അവിടെ വിജയിച്ചു വന്നത്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് വീണ്ടും നിലമ്പൂരിലേക്ക് ആ ഒരു സ്ഥാനാർത്ഥിയായി അൻവറിനെ കൊണ്ടുവരാൻ കോൺഗ്രസ് ശ്രമം നടത്തുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ അവിടെ മത്സരം നടക്കുന്നത് ആര്യാടൻ മുഹമ്മദിന്റെ മകനായ ആര്യാടൻ ഷൗക്കത്താണ്. അദ്ദേഹം ഇതിനൊരു സമ്മതം മൂളുമോ? സംശയമാണ് സമ്മതം മൂളുമെന്ന്. പക്ഷെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ സമ്മതമൊന്നും കോൺഗ്രസിന് ആവശ്യമില്ല. ഇപ്പോൾ KPCC പ്രസിഡന്റ് പറഞ്ഞാൽ അത് അവസാന വാക്ക്, KC വേണുഗോപാൽ പറഞ്ഞാലും അവസാന വാക്കാണ്. ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്നത്
താങ്കൾ ഈ പറഞ്ഞ നേരത്തെയുള്ള സ്ഥാനാർത്ഥിയെ പോലെ ഒരു പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമൊന്നും അല്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിൻ്റെ വാദങ്ങൾക്കൊന്നും വലിയ പ്രാമുഖ്യം ഒന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ആര്യാടൻ മുഹമ്മദിനെ പോലെ ഒരു പ്രസക്തിയൊന്നും അദ്ദേഹത്തിനില്ല. പക്ഷെ അദ്ദേഹം സത്യസന്ധനും അതുപോലെ തന്നെ വളരെയധികം ജനസ്വാധീനവും ഉള്ള ഒരു നാഷണൽ കോൺഗ്രസ് നേതാവായിരുന്നു, ഒരു നാഷണൽ മുസ്ലിം കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്തുണയും ശക്തമായ വാക്കുകളും മറ്റാർക്കും തടുത്തു നിർത്താൻ പോലും കഴിയാത്ത അത്ര ഒരു കരിഷ്മയുള്ള നേതാവായിരുന്നു. പക്ഷേ ആര്യാടൻ ഷൗക്കത്തിന് അങ്ങനൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു നേതൃത്വമൊന്നും അവകാശപ്പെടാം. അദ്ദേഹത്തിൻ്റെ കലാരംഗത്താണ് അദ്ദേഹത്തിൻ്റെ കൂടുതലും പ്രതിഭ അദ്ദേഹം തെളിയിച്ചിട്ടുള്ളത്. ആര്യാടൻ മുഹമ്മദ് അങ്ങനെയുള്ള ആളല്ല. സത്യസന്ധനായിട്ടുള്ള ഒരു മലബാറി മുസ്ലിമിൻ്റെ എല്ലാ സത്യസന്ധതയും പുലർത്തുന്ന, എല്ലാവരും ആദരിക്കുന്ന ഒരു നേതാവാണ്. ആ ഒരു പ്രസക്തിയും പ്രഭാവവും ഒന്നും ഈ ആര്യാടൻ ഷൗക്കത്തിനില്ല. അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളൊന്നും വഹിക്കേണ്ട കാര്യമില്ല. ഞാനീ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസ്സിന് ടാക്റ്റിക്കലായിട്ട് ഇദ്ദേഹത്തെ നിലമ്പൂരിൽ ഉപയോഗിക്കാം. ഇവിടെ മാത്രമല്ല, മലപ്പുറത്തുള്ള മിക്ക സീറ്റുകളിലും മുസ്ലിം ലീഗ് ഉള്ളതുകൊണ്ട് ജയിക്കും, പക്ഷേ ഭൂരിപക്ഷം കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കാം. ഇനി മറ്റു ചില പ്രദേശങ്ങളിലും ഇപ്പോൾ നമ്മുടെ ഈ കടുത്തുരുത്തി പോലുള്ള മേഖലകളിൽ, പൂഞ്ഞാർ പോലുള്ള മേഖലകളിൽ ഒക്കെ ഈരാറ്റുപേട്ട ആ ബേസിലൊക്കെ PV അൻവറിൻ്റെ ആ സ്വാധീനം വളരെ വ്യക്തമായിട്ട് അനുഭവപ്പെടും. കാരണം മുസ്ലിങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഒരു അരക്ഷിതാവസ്ഥയ്ക്ക് മറുപടി നൽകാൻ ഈ മുസ്ലിം ലീഗിന് കഴിയുന്നില്ല. പക്ഷേ PV അൻവറിൻ്റെ സത്യസന്ധവും ധീരവുമായ വാക്കുകൾ, അത്തരൊരു വാക്ക് ഒരിക്കലും പാണക്കാട് കുടുംബത്തിൽ നിന്ന് വരാറില്ല. അവരുടെ മത സൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായിരിക്കാം. PK കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് വരാറില്ല. ഇപ്പം നോക്കൂ, മുനമ്പത്തെ പ്രശ്നത്തിൽ വഖഫിൻ്റെ കാര്യത്തിൽ തന്നെ എന്താണ് പാണക്കാട് തങ്ങൾ പറഞ്ഞത്? അതിൽ നിങ്ങൾ നിശബ്ദരായിരിക്കും, പരസ്യ പ്രസ്താവന വേണ്ട. മുഹമ്മദ് ബഷീർ വരെ പറഞ്ഞു അതല്ലാതെ വഖഫ് പ്രോപ്പർട്ടി തന്നെയാണ് എന്ന് വികാരത്തോടു കൂടി പറഞ്ഞു. പക്ഷേ വിവേകം പുലർത്തുന്നവരാണ് പൊതുവെ മുസ്ലിം ലീഗുകാർ. പക്ഷേ PV അൻവറിന് ആ വിവേകമൊന്നുമില്ല എന്നുള്ളത് മുസ്ലിങ്ങളിൽ ഒരു നല്ല വിഭാഗത്തിന് വളരെയധികം ആവേശം ജനിപ്പിക്കുന്ന കാര്യം. ആവേശവും വികാരവുമാണല്ലോ മുസ്ലിം ആ സമുദായത്തിന് തന്നെ കൂടുതലുള്ളത്. അതിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു പ്രസൻസാണ് PV അൻവറിൻ്റേത്. എന്ന് വിചാരിച്ച് ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് എന്നാൽ ജയിക്കാൻ പറ്റില്ല. കോൺഗ്രസിനെ പോലൊരു കക്ഷിയുടെ കൂട്ടുണ്ടെങ്കിലേ ജയിക്കാൻ പറ്റൂ. CPM എന്തായാലും ഇനി അദ്ദേഹത്തിനെ തിരിച്ചെടുക്കാത്ത വിധം പുറത്താക്കി കഴിഞ്ഞു. പകരം ഒരു ഡോക്ടർ സരിനെ അതിന് പകരമായിട്ട് തിരിച്ചു പിടിച്ചു. അതോടുകൂടി അവരും തൃപ്തരാണ്. ആ ഇക്വേഷനെ തെറ്റിക്കാൻ പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ, അതുപോലെ തന്നെ ഈരാറ്റുപേട്ട, പൂഞ്ഞാർ ഈ മേഖലകളിൽ ഒക്കെ, മൂവാറ്റുപുഴ ആ മേഖലകളിലൊക്കെ അതോടൊപ്പം മറ്റൊരു കാര്യം, ഈ 2026 തിരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ, നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ആ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കുകയാണെങ്കിൽ ഈ അൻവർ അന്ന് പാർട്ടിയിലുണ്ടെങ്കിൽ അദ്ദേഹം ഒരു മന്ത്രിസ്ഥാനം ആവശ്യപ്പെടില്ലേ? കാരണം അങ്ങനെ ഒരു ഓഫർ ഇപ്പോഴേ ചിലപ്പോൾ ചർച്ചയിൽ വരുമല്ലോ. കാരണം അദ്ദേഹം CPM തന്നെ ഇപ്പോൾ 2ാം തവണയാണ് അവിടുത്തെ നിലമ്പൂരിലെ MLA. അപ്പോൾ തുടർച്ചയായി ഒരു MLA ആയി വരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ഒരു മന്ത്രിസ്ഥാനം പോലും ആവശ്യപ്പെട്ടാൽ നമുക്ക് കുറ്റം പറയാൻ കഴിയുമോ? നമ്മളിപ്പോൾ ജനിക്കാത്ത കുഞ്ഞിൻ്റെ ജാതകം എഴുതുകയാണ്. അവർ വരുമെന്ന് ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ഈ രാഷ്ട്രീയമായിട്ട് വർക്ക് ചെയ്താൽ അല്ല, ചിലപ്പോൾ അങ്ങനെയല്ലല്ലോ. നമ്മള് ഈ ഓഫർ വയ്ക്കുമ്പോഴാണല്ലോ ഇപ്പോൾ സന്ദീപ് വാര്യർ പോകുമ്പോഴും പല ഓഫറും വച്ചതായാണ് പറയുന്നത്. വേറെ തരത്തിൽ നമുക്ക് അത് തൃപ്തിപ്പെടുത്താൻ പറ്റും. ഇപ്പൊ PV അൻവറിനെ മന്ത്രി ചിലപ്പോൾ ഇനി അങ്ങനെ ഒരു ഓഫർ വെച്ചു. അതിലൊരു റീസൺ, അതിന്റെ ഒരു റീസൺ ഞാൻ പറയാം. റീസണബിൾ ആയിട്ട് അതിന്റെ ഒരു യുക്തിഭദ്രമായിട്ടുള്ള ഒരു നില ഞാൻ പറയാം. അതായത് ഇപ്പം മന്ത്രിസ്ഥാനം കൊടുക്കാൻ കോൺഗ്രസിന് കഴിയില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രിയാവാൻ മോഹിക്കുന്ന ആൾക്കാരുടെ ബഹളമായിരിക്കും. അത് അല്ലെങ്കിൽ തലതെല്ലിപ്പിരിയും. അൻവറിന് മന്ത്രിസ്ഥാനം എന്നുള്ളതല്ല. അൻവറിന് അദ്ദേഹത്തിന് ആവശ്യമുള്ള കോർപ്പറേഷനുകൾ നൽകുക. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ആൾക്കാർക്ക് കോർപ്പറേഷനുകളുണ്ട് ഇഷ്ടം പോലെ, വെള്ളാനകൾ ഇഷ്ടം പോലെ ഉണ്ട്, ഒരു പ്രയോജനമില്ലാത്ത. അതിൻ്റെ തലപ്പത്ത് PSCയിൽ ഒരു അംഗത്വം കൊടുക്കാം. അത്രയും ഫേവർ ചെയ്തു. പിന്നെ വേണമെങ്കിൽ താങ്കൾ ഈ പറഞ്ഞ ഡെപ്യൂട്ടി സ്പീക്കറാക്കാൻ വെച്ച് കഴിഞ്ഞാൽ കുളവാകും അസംബ്ലി. അതങ്ങനെ ഒരാളാണ് അദ്ദേഹം, ശാഠ്യക്കാരനാണ്. അതുകൊണ്ട് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കുഴപ്പമില്ല. പണ്ടത്തെ പോലെ PC ജോർജിന് ചീഫ് വിപ്പ് പദവി അങ്ങനെയുള്ള കാര്യം. പക്ഷേ അത് കുളമാക്കും എനിക്കൊരു ആശങ്കയുണ്ട്. കുറച്ച് അച്ചടക്കം വേണം ആ പദവിക്കൊക്കെ. അപ്പോൾ ഇവിടെ പെട്ടെന്ന് വികാര വിക്ഷുബ്ധനായിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരാളാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, മമതാ ബാനർജി ഇത്തരത്തിലുള്ള ആളായിരുന്നു. മുഖ്യമന്ത്രിയായിട്ട് കയറിയില്ലേ, പിന്നെ മന്ത്രിയായി കയറിക്കൂടാം. പക്ഷെ അവരാണ് നേതാവ്. കോൺഗ്രസിൻ്റെ കീഴിൽ അദ്ദേഹം അങ്ങനെ ഇറങ്ങിയിരിക്കുകയില്ല. തലവേദന PC ജോർജിനേക്കാൾ വലിയ തലവേദനയാണ് അദ്ദേഹം. CPMൻ്റെ തലവേദനയായി. പിന്നെ ഇദ്ദേഹത്തിൻ്റെ താല്പര്യം, അദ്ദേഹത്തിന് CRLയിലും ഒക്കെയുള്ള ആ വ്യവസായത്തിൻ്റെ, അതുപോലെ തന്നെ ചെമ്പ് ഖനികളുടെയൊക്കെ ഉടമയാണ് അദ്ദേഹം. അവിടെ നിക്ഷേപമുണ്ട്.
അതിനാണ് അദ്ദേഹത്തിന് താല്പര്യം. പിന്നെ ഈ കള്ളക്കടത്ത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണക്കള്ളക്കടത്തിൽ അദ്ദേഹത്തിന് ചില താല്പര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോ സുഹൃത്തുക്കളോ ആയിരിക്കാം. ആ കടത്ത് നടക്കുമ്പോൾ പോലീസ് ഇടപെടാതിരിക്കണമെന്നുണ്ട്. അങ്ങനെ ചില ശാഠ്യങ്ങളും നിർബന്ധങ്ങളും അദ്ദേഹം അത് വാങ്ങിച്ചെടുക്കും. അദ്ദേഹം അതില്ലാതെ അദ്ദേഹത്തിന് അതിനുവേണ്ടിയാണ് ഈ പോലീസിനെ കഠിനമായിട്ട് അദ്ദേഹം എതിർത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചില തന്ത്രങ്ങൾ കൂടി പ്രയോഗിച്ചെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിനെ പാർട്ടിയിൽ നിലനിർത്താൻ പറ്റൂ. തൽക്കാലം ഒരു വോട്ട് അല്പം കൂട്ടാൻ ഉപയോഗിക്കാം. പക്ഷേ ഇത് നമ്മൾ സമ്മതിച്ചു, അദ്ദേഹത്തിൻ്റെ ഈ ആവശ്യങ്ങൾ ഏത് പാർട്ടിയായാലും സമ്മതിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അദ്ദേഹം വീണ്ടും പുറത്തു എന്നുള്ള ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.